ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. സെൽഫായിട്ട് ചെയ്യണ ഒരു കുട്ടി മേക്കപ്പ് വീഡിയോ. അത് മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരും ഒരുവിധം എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാവർക്കും ഫെമിലിയർ ആണ് നമ്മുടെ തീർത്ത് ഫൗണ്ടേഷൻ. അങ്ങനെ ഫൈനലി ഞാനും മേടിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് തൊട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് ഞാനിപ്പോൾ പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷാണ് യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോക്സ്റ്റൈലിൻ്റെ തന്നെ ടോണർ യൂസ് ചെയ്തു. ഇത് ശരിക്കും ഒരു എന്താ പറയുക, കോട്ടൺ പാഡ് എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ കൈ കൊണ്ട് എളുപ്പത്തിന് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ നല്ല സ്മെല്ലാട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോണർ. ഞാൻ വേറെ ഏതൊക്കെ എപ്പോഴും ടോണർ ഇങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പുള്ള കാര്യം പറയാം, എല്ലാം കാണുമ്പോൾ മേടിക്കും, പക്ഷെ ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടോണറാണ്. ഞാൻ എന്താ ഇവിടെ നോക്കി പറയണമെന്ന് വെച്ചാൽ ഇവിടെ ആട്ടോ മിറർ വെച്ചേക്കണം, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ ടോണർ അടിപൊളിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ അത് യൂസ് ചെയ്ത് അതൊരു 2 to 3 മിനിറ്റ്സ് അല്ല, ഒരു 2 മിനിറ്റ്സ് വെച്ച് സ്കിന്നിലേക്ക് നല്ലോണം അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ തന്നെയാണ് ഫേസ് സെറം യൂസ് ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ ഒരു 2 to 3 മന്ത്സ് മുമ്പ് വേറൊരു ഈ കൊറിയൻ സെറം യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മേടിച്ചു. ഇതിപ്പോൾ സെക്കൻഡ് ബോട്ടിലും കഴിയുക, ലാസ്റ്റ് ഇതിലേക്ക് എത്തി. നല്ല റിസൾട്ടാട്ടോ ഇത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫോക്സ്റ്റൈലായിരുന്നു കുറേ നാളായിട്ട് എല്ലാം യൂസ് ചെയ്യാറ്, അങ്ങനെ മാറ്റി യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതൊരു തവണ ഇങ്ങനെ കുറേ ഇതേപോലെ റിവ്യൂ ഒക്കെ കണ്ട് നല്ലതാണെന്ന് കേട്ട് അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ ഫോക്സ്റ്റൈൽ ഇപ്പം മേടിക്കാറില്ല. ഇപ്പോൾ ഫുൾ സെറമാണ് യൂസ് ചെയ്യണത്. കയ്യിലേക്ക് എടുത്തു. ഇത് ഡയറക്റ്റ് ഫേസിലേക്ക് 4 ഡ്രോപ്സ് ആക്കുക. എന്നിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. കണ്ണിൻ്റെ ഈ ഒരു പോർഷനില്ലേ, അവിടേക്ക് ലാസ്റ്റ് കയ്യിൽ കുറച്ച് വരില്ല, അത് മാത്രം ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് കണ്ണിൻ്റെ അടിയിലേക്ക് സെറംസ് യൂസ് ചെയ്യരുത്. ഇതൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം നമ്മൾ, സെറം സ്കിന്നിലേക്ക് നല്ലോണം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഫേസ് മോയ്സ്ചറൈസറാണ്. ഇതും ഈ പറഞ്ഞ മാതിരി ഞാനൊരു 6 to 7 മന്ത്സ് ആയി തോന്നുന്നു, അതോ അതിനും കൂടുതൽ ആയി. ഞാൻ എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യാറ്. ഇത് എനിക്കൊരു നാട്ടിലൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തതായിരുന്നു. ആ സമയത്ത് മേടിച്ചപ്പോൾ തൊട്ട് സ്കിന്നിങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കണതാണ് എനിക്കിഷ്ടം. ഒരുപാട് മാറ്റ് ലുക്ക് എനിക്കിഷ്ടമല്ല. അപ്പം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ ഒരു ഈ ഒരു മോയ്സ്ചറൈസറാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. മാക്സ് റിച്ച് കണ്ടതൊക്കെ. ഇതിപ്പോൾ ഈ ഒരു ട്യൂബിന് 499 ആണ് വരുന്നത്. പക്ഷെ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കോമ്പിനേഷൻ സ്കിൻ. അപ്പം എനിക്ക് എപ്പോഴും ഡ്രൈനെസ് വരുന്നത് ഈ മൂക്കിൻ്റെ 2 സൈഡിൽ, പിന്നെ ഈ നെറ്റിയുടെ ഈ ഒരു പോർഷൻ തന്നെ ഇവിടെ ഓയിലിയാണ്, പക്ഷെ ഇവിടെ മാത്രം വരും കുറച്ച് ഇടയ്ക്കൊരു ഡ്രൈനെസ് പോലെ. അതുകൊണ്ട് ഞാൻ പൊതുവെ ഇവിടെയും നല്ലോണം ക്രീം യൂസ് ചെയ്യും. കുരുക്കൾ വരുന്നുണ്ട് ഗയ്സ്, 2 ദിവസമായിട്ട്. എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. മോയ്സ്ചറൈസർ ഇട്ടാൽ തന്നെ സ്വന്തമായിട്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് സ്വന്തമായിട്ട് ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞൊരു ഗ്ലോ ഫേസിൽ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിട്ടിരുന്ന് അച്ഛനെ വിളിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കും. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പുറത്ത് പോയ സമയത്ത് അച്ഛൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ചോദിച്ചോളൂ, ഇതെന്താ നീ മുഖത്ത് എണ്ണ തേച്ചേക്കാണോ, നെറ്റിയൊക്കെ എന്താ ഇങ്ങനെ തിളങ്ങണേന്ന്. നൈസായിട്ടൊന്ന് തള്ളി, അതിൻ്റെ നാച്ചുറൽ ഗ്ലോ ആണ് സ്കിന്നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അല്ലേ അച്ഛൻ അപ്പം തന്നെ പറയാം, ഓ അപ്പം നിനക്ക് എൻ്റെ സ്കിൻ തന്നെയാണല്ലേ കിട്ടിയിരിക്കണേന്നൊക്കെ. ഒരു കുഞ്ഞ് തള്ളു ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ സൺസ്ക്രീൻ.
ഇത് മെയിൻ ആണ്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ ആ സെറം പറഞ്ഞില്ലേ, അതിൻ്റെ സെയിം തന്നെ കൊറിയൻ ബ്രാൻഡാണ്. ഇതിൻ്റെ റൈസ് വാട്ടർ ഒക്കെ ആയിട്ടുള്ളത് കണ്ടോ. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണ പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഇതും ഇപ്പോൾ ഒരു 5 minutes വെക്കുക, സ്കിന്നിലേക്ക് നല്ലോണം അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതിന് ശരിക്കും ഒരു കർപ്പൂരത്തിൻ്റെ മണം. ഇതിപ്പോൾ സെക്കൻഡ് ട്യൂബ് മേടിച്ചപ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവണില്ല എന്താന്നുള്ളത്. കാര്യം ഞാൻ ആദ്യത്തെ 2 എണ്ണം മേടിച്ചതും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതും വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേക്കുമ്പോൾ കർപ്പൂരത്തിൻ്റെ മണം. ഡേറ്റൊക്കെ ഞാൻ നോക്കി, ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണോ ഇനി അവരുടെ പുതിയ എന്തെങ്കിലും ഇൻഗ്രീഡിയൻ്റ് ആണോ എന്തൊക്കെയാണെന്നറിയില്ല. വൈറ്റ് കാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. നമുക്കങ്ങനെ കുറേ സൺസ്ക്രീനുകൾ മെയിനായിട്ട് സൺസ്ക്രീനുകളുണ്ട്, എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. നമുക്കത് ഫേസിലിട്ട് കഴിഞ്ഞാൽ തന്നെ എന്തോ മേക്കപ്പൊക്കെ ഇട്ടാൽ ഒരു ചില ഫൗണ്ടേഷനുകൾ ഉണ്ടാവില്ലേ, നമുക്ക് കുറച്ചിങ്ങനെ ഹെവി ആയിട്ട് തോന്നുക. അതേപോലെയാണ് ചില സൺസ്ക്രീൻ. വൈറ്റ് കാസ്റ്റും ഉണ്ടാവും, കുറച്ച് ഹെവി ആയിട്ട് തോന്നും. ഇതങ്ങനെയൊന്നുമില്ല, നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ നോർമലി ഇത്രയും ഇട്ടു, കണ്ണ് എഴുതും, പോവുക, ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, അങ്ങനെ സൺസ്ക്രീനും യൂസ് ചെയ്തു. ഇനി ഇതും സ്കിന്നിലേക്ക് നല്ലോണം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ ഈ ട്വിറ്റർ മേടിക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ കണ്ട് ഓക്കെ ഇനി ഇത് യൂസ് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ. ഇതൊക്കെ ഇത് മേടിക്കുന്നതിന് മുമ്പാട്ടോ. പക്ഷേ കേട്ടോ, നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മേടിച്ചതാണ്, പക്ഷേ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതുകൊണ്ടായിരുന്നു എനിക്ക് ട്വിറ്റർ മേടിക്കാനായിട്ടുള്ളൊരു ഡൗട്ട്. ഇത് നിയാസിനാമൈഡൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഫൗണ്ടേഷനാണെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആ ഒരു ലേഡി എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച് മേടിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് എന്ന് പറയാൻ ഞാൻ അങ്ങനെ ഐ ഷാഡോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കണ്ണ് എഴുതിയിട്ട്. കാരണം അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കണ്ണ് എഴുതും, അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കണ്ണ് എഴുതണതിന് മുമ്പ് നിങ്ങൾക്ക് കണ്ണ് കൺസീൽ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ മുകളിലും ഈ ഒരു ഏരിയ മാത്രം കൺസീൽ ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് കണ്ണ് എഴുതുക, എന്നിട്ട് പിന്നെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, കാണാൻ നല്ല രസമല്ലേ, നല്ല റെഡ്, നല്ല രസം. ഇതാണ് സംഭവം. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, അപ്പോൾ ഇത് വന്നു. എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഐബ്രോസ് എഴുതണവർ അതും ഐബ്രോസും ഐലൈനറും എല്ലാം കഴിഞ്ഞിട്ട് വേണം ബാക്കി ഫുൾ ഫേസിലേക്ക് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഐബ്രോസും ജസ്റ്റ് ടച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ, പക്ഷേ എൻ്റെ ഐബ്രോ പെൻസിൽ തീർന്നിരിക്കും, അതുകൊണ്ട് ഇന്നിപ്പോൾ അത് എഴുതുന്നില്ല. ഞാൻ ഷുഗറിൻ്റെ ആണ് യൂസ് ചെയ്യാറ്. 2 സൈഡിൽ 2 സൈഡ് ഒരെണ്ണം ഐബ്രോ ബ്രഷും ഉണ്ടാവും. അതേപോലെ ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത് ഐബ്രോസ്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും നമുക്ക്. ഈ ബ്ലാക്ക് ആവുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെ തോന്നും കാര്യം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എപ്പോഴും അത് യൂസ് ചെയ്യണതാണ് നല്ലത്. പിന്നെ ഇതിപ്പോൾ ഞാൻ മേടിച്ചത് ഐലൈനർ ജെൽ ടൈപ്പ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇതും കൂടി ഇരിക്കട്ടെ. പിന്നെ താഴത്ത് ഇടയ്ക്ക് എഴുതും, ഇടയ്ക്ക് എഴുതില്ല. ഹാഫ് മാത്രമായിട്ട് ഈ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഞാനിങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ബ്രഷ് വെച്ചൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ താഴത്ത് എഴുതാറില്ല. ഓക്കെ,
അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണെഴുത്ത് പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ മാതിരി ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടും കുറച്ച് ദിവസമായി, കുറച്ചല്ല, ഒരു 1.5 മാസമായി. പിന്നെ ഐബ്രോ പെൻസിലും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐബ്രോസ് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇനി നമുക്ക് ഫുൾ ഫേസ് ഫൗണ്ടേഷൻ ഇടാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല കവറേജ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് എൻ്റെ ഷെയ്ഡല്ല. ഇതിപ്പോൾ ഓൺലൈൻ മേടിച്ചതാണ് ഞാൻ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷെയ്ഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ നോക്കി ഒരു ഏകദേശം ഒരു ഇതിലങ്ങനെ മേടിച്ചതാണ്. ഹാപ്പി ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നല്ല. പൊതുവെ മേക്കപ്പ് അങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്താലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി വരിക. ഈ മേക്കപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാത്തതുകൊണ്ട് എപ്പോഴും നല്ല കവറേജ് ഉണ്ട് കേട്ടോ. ആ കാര്യത്തിൽ അടിപൊളി. ഞാൻ ലൈറ്റ് ഇട്ടിട്ടോ, ലൈറ്റ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. നല്ല കവറേജ് ഉള്ളതാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ ഈ ഷെയ്ഡ് ലാക്മേയുടെ റെഡ് വൈൻ, ഈ ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷും ഇത് വെച്ച് തന്നെ അങ്ങോട്ട് സെറ്റാക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ടൊരു പൊട്ടും കൂടി തൊടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്കങ്ങനെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ മാതിരി ഞാനങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കങ്ങനെ എന്തെങ്കിലും എൻ്റെ ഫേസിലിട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങനെ അയ്യോ ഭയങ്കര ഓവറായി എന്നാണ് പൊതുവേ തോന്നുക. പക്ഷെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ ഗൈസ്, നല്ലതാണോ? കവറേജ് ഉണ്ട് കേട്ടോ. എന്തായാലും ടെർട്ടർ കലക്കി. എന്തായാലും ടെർട്ടർ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കവറേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ലാസ്റ്റ് പൗഡർ യൂസ് ചെയ്യില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ആ ഒരു മാറ്റ് ലുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റിംഗ് പൗഡറോ അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ടും അതെ, അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.